ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് വളരെ കൂളായിട്ടാണ് അതിന്ന് എല്ലാ ടെലിവിഷൻ ചാനലുകളും അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല. ആരെയാണ് ഭയക്കുന്നത്? ആരെയൊക്കെയാണ് ഭയക്കുന്നത്? സർക്കാരിന് പോലും അത് പറയാനുള്ള ധൈര്യം വരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അതാണ് എന്റെ സിനിമ തുടക്കകാലത്ത് സിനിമയിൽ ഒരു പ്രമുഖ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്നും അല്ല പറയണേ, ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു അന്നത്തെ കാലത്ത് ഒരു പ്രമുഖ നടൻ ഇതുപോലെ തന്നെ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു. പീരീഡ്സ് ടൈമിൽ ബാത്റൂമിൽ പോകാൻ പറ്റാതെ മണിക്കൂറുകളൊക്കെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അതിദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ. നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കുടത്തിലിരുന്ന ഭൂതത്തിനെ തുറന്നുവിട്ട കണക്കാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ അറിയാതിരുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ, പുതുതായിട്ടുള്ള പുറത്തു വരുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ, പല ഭാഗങ്ങളിലായി പല സമയങ്ങളിൽ പല കാര്യങ്ങൾ പല ആളുകൾ വഴി പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുമുള്ളത്. അന്നത് റൂമേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തിയെങ്കിൽ ഇന്നത് അങ്ങനെയല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായി തന്നെ വന്ന് ഭവിച്ചിരിക്കുന്നു. അതിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ഇപ്പോഴിത് നടിയും സംവിധായകയും ഒക്കെയായ സിനിമാ മേഖലയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജിനി മേനോൻ പ്രതികരിക്കുകയാണ്. അവർ പറയുന്നത് തന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് അവർ വിവരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തു പറയാൻ എന്തിനാണ് ഇത്ര മടിയെന്ന് ചോദിക്കുന്നു. ആർത്തവകാലത്ത് പോലും ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഇത് നടിമാർക്ക് മാത്രമല്ല, ആ സിനിമാ മേഖലയിലെ സമസ്ത രീതികളിലുമുള്ള ജോലികളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ടും ഇപ്പോഴും തുറന്നു പറയാൻ പേടിക്കുകയാണ്. ആരെയാണ് ഇത്രയധികം ഭയക്കുന്നത്? എന്തിനാണ് ഇത്രയധികം ഭയക്കുന്നത്? തുറന്നു പറയേണ്ടത് തുറന്നു പറഞ്ഞു തന്നെയാകണം. എന്നാലേ ഇതിലൊരു ശുദ്ധീകരണം ഉണ്ടാകൂ. അതിന് ഭയക്കുകയാണ്. അവരുടെ മുൻകാല അനുഭവങ്ങളെ കുറിച്ചും അവർ പറയുന്നുണ്ട്. തുടക്ക സമയത്ത് ഒരു പ്രമുഖ നടനിൽ നിന്നും തനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി. അന്ന് തന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അന്ന് സിനിമാ മേഖലയിൽ സംവിധായകൻ ഉൾപ്പെടെയുള്ള, ഇന്ന് ഈ പ്രമുഖ നടൻ എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരിപ്പില്ല, പക്ഷേ അന്ന് സംവിധായകൻ അടക്കമുള്ളവർ പറഞ്ഞ ഒരു കാരണം, ഒരു ന്യായീകരണം, അത് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. മദ്യപിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറണമോ? അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണല്ലോ ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത്. നടി രഞ്ജിനിയുടെ ആ ശക്തമായ പ്രതികരണത്തിലേക്ക് പുറത്തു വന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഒബ്സ്ക്യൂർ ആയിട്ട് അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇത്രയും 200 ചില്ലാനം പേജുള്ള ഒരു റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ നമ്മള് സിനിമാ രംഗത്തെ കുറിച്ച്, ഇപ്പൊ ഞാൻ സിനിമയിലും കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അഭിനയമായാലും അല്ലെങ്കിൽ സംവിധാനമായാലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന്റെ ഭാഗത്തായാലും പിറകിലും മുന്നിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് ഇത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ കൂടി ഞാനും ചില കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പീരീഡ്സ് ടൈമിൽ ബാത്റൂമിൽ പോകാൻ പറ്റാതെ മണിക്കൂറുകളൊക്കെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അതിദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഡ്രസ്സ് മാറാൻ പറ്റാത്ത അവസ്ഥ. ഇനി എന്തിനാണ് എന്റെ സിനിമ തുടക്കകാലത്ത് സിനിമയിൽ ഒരു പ്രമുഖ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്നും അല്ല പറയണേ, ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു അന്നത്തെ കാലത്ത് ഒരു പ്രമുഖ നടൻ ഇതുപോലെ തന്നെ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു എന്റെ അടുത്ത്. അന്ന് എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു റൂമില്. ഞാൻ ഉടനെ തന്നെ ആ സിനിമയുടെ ക്യാമറ പേഴ്സൺ എന്റെ ഭർത്താവിന്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തോട് പറയുകയും ഡയറക്ടറോട് പറയുകയും ചെയ്തിട്ട് അവർ ഓടി വന്ന് പിടിച്ചു മാറ്റുകയാണ്. അപ്പൊ ഈ പറഞ്ഞ നടൻ എന്ന് പറയുന്നത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവര് അതിനൊരു റീസൺ ആയിട്ട് പറഞ്ഞത്. പക്ഷെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയി എനിക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ സത്യത്തിൽ പേടിച്ചുപോയി. പിന്നെ സിനിമയെ വേണ്ട എന്നുള്ളൊരു തോന്നലിലേക്ക് പോലും പോകാൻ അതൊരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനുശേഷം പലപ്പോഴും ഞാൻ അമ്മയിലെ അംഗമൊന്നുമല്ല, ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സിനിമാ രംഗത്തുള്ള ഒരുപാട് പേര്, അത് നടികൾ മാത്രമല്ല കേട്ടോ,
ഈ പറഞ്ഞതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകള്, സഹസംവിധായകകള്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള പുതിയതായിട്ട് കടന്നു വരുന്ന പെൺകുട്ടികൾ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ മകളും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ആളാണ്. അവളിപ്പോ ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പഠിക്കുകയാണ്. അപ്പൊ വലുതായി വന്നപ്പോൾ ഞാൻ എന്റെ മകളോട് പറഞ്ഞപ്പോഴും അവളും ഈ പറഞ്ഞതുപോലെ സിനിമ അഭിനയം എന്ന് പറയുന്നത് മോശമാണെന്നല്ല പറഞ്ഞേ, നല്ല കാര്യം തന്നെയാണ്, ഇഷ്ടവുമാണ്. പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഇന്ന് ഈ രംഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവളും വ്യക്തമാക്കിയത്. എനിക്കും തോന്നിയൊരു കാര്യം, ഇപ്പൊ നമ്മൾ അഭിനയിക്കണം എന്ന് വിചാരിച്ച് നല്ല റോളുകൾ കിട്ടണം എന്ന് വിചാരിച്ചാൽ പോലും അത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത്രയേറെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ബന്ധങ്ങളും സിനിമാ രംഗത്ത് ഉണ്ടായിട്ട് കൂടി എനിക്ക് പലപ്പോഴും റോളുകൾ എന്ന് പറയുമ്പോൾ അത്ര എളുപ്പത്തിലൊന്നും അല്ല വരുന്നത്. ഞാൻ ആദ്യം ചെയ്ത സിനിമയ്ക്ക് പോലും എന്താണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച സഹനടിക്ക് ഉള്ള ഒരു ഇതിന്റെ അതിന്റെ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അഭിനയം മോശമായിട്ടായിരിക്കില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ കാലവും നിൽക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടുതലായിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് വളരെ കൂളായിട്ടാണ്. അതിന്ന് എല്ലാ ടെലിവിഷൻ ചാനലുകളും അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല. സ്ത്രീകൾക്ക് എതിരെയുള്ള ചൂഷണത്തിനെ പറ്റി പറയുമ്പോഴും ഇതിനകത്ത് ഈ ഡ്രഗ് മാഫിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വലിയൊരു ഐസ് കട്ടയുടെ ഒരു തുമ്പ് മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം കോറിലേറ്റഡ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ടെക്നീഷ്യന്മാരായാലും ആർട്ടിസ്റ്റുകളായാലും ഡയറക്ടേഴ്സ് ആയാലും ഒക്കെ അവർക്ക് ഒന്നിനും മടി കാണില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും വരായികളെ കുറിച്ച് അവർ ഓർക്കില്ല. അപ്പോ കഴിവുള്ള ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് ഇത് കണ്ടിട്ടെങ്കിലും ഇനിയെങ്കിലും നേരെ വഴിക്ക് പോണെന്ന് ഇതിൽ കുഴപ്പക്കാരായിട്ടുള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വളരെ മര്യാദക്കാരായിട്ടുള്ള സിനിമാക്കാരും ഉണ്ട് കേട്ടോ. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നത്, ഏറ്റവും ഡീസന്റ് ആയിട്ട് ഇടപെടുന്ന ആളുകളും ഈ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും പ്രശ്നക്കാര് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു കമ്മീഷൻ തന്നെ വരേണ്ടി വന്നതും അതിൽ ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് പുറത്തു വരേണ്ടി വന്നതും. എന്തായാലും മൊത്തത്തിൽ ഇൻഡസ്ട്രി ഒന്ന് ഭയന്നിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തു നിന്ന് നോക്കുമ്പോൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് മലയാള സിനിമയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ മാറ്റം ഉണ്ടായിട്ടേ പറ്റൂ. ഇപ്പോ ഇതിനകത്ത് ഇന്ന് തന്നെ പല ചർച്ചകളിലും ഞാൻ കണ്ടു. ഇപ്പൊ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതുപോലെ സൗകര്യങ്ങള്, സ്ത്രീകൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരു സിനിമാ സെറ്റില്, നിസ്സാര കാര്യം ഞാൻ പറയാം, എല്ലാ സിനിമാ സെറ്റിലും ഞാൻ കണ്ടിട്ടുള്ളത് മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണത്തിനെ പറ്റി പറയല്ല, ആദ്യം തന്നെ ഭക്ഷണത്തിനെ പറ്റിയും പറയണം. കാരണം വിവേചനം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകൾക്ക് കാരവൻ ഉണ്ടാവും, അവർക്ക് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവും, സിറ്റിയുടെ അകത്താണെങ്കിലും എവിടെയാണെങ്കിലും. സാധാരണ ആൾക്കാർ എവിടെ വാഷ്റൂമിൽ പോകുക, അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി പോകണം. അപ്പോ അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പോലും വിവേചനമാണ്. മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഫുഡ്, സാധാരണക്കാർക്ക് ഒരു ഫുഡ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ചില സെറ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ വരണം, അതിൽ മാറ്റങ്ങൾ വരണം. പിന്നെ അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീക്ക് ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും അത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ ഇറക്കിക്കൊണ്ടുള്ള ഒരു വ്യവസായമാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇന്നിപ്പോ കോർപ്പറേറ്റ് വേൾഡിൽ പോയും അത്തരം വിഷയങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന ഇന്റേണൽ കമ്മിറ്റീസ് എല്ലായിടത്തും ഉണ്ട്. ഇവിടുത്തെ ഇന്റേണൽ കമ്മിറ്റികൾ ഒട്ടും വേണ്ട രീതിയിലല്ല പ്രവർത്തിച്ചതെന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ കമ്മിറ്റിയുടെ മുന്നിൽ തന്നെ വന്നു തോന്നുന്നു. ഏതായാലും മാറ്റം ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം എന്നുള്ള കാര്യമാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ പലരുടെയും ഇഷ്ടത്തിന് നിന്നില്ല എന്നുണ്ടെങ്കിൽ അവര് ഫീൽഡ് ഔട്ട് ആയി പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് പേരുകളൊന്നും പറയാൻ ധൈര്യമില്ലാത്തത്? ഇവിടെ ആരെയാണ് ഭയക്കുന്നത്? ആരെയൊക്കെയാണ് ഭയക്കുന്നത്? സർക്കാരിന് പോലും അത് പറയാനുള്ള ധൈര്യം വരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അതാണ് എന്റെ ചോദ്യം.
അതെ, അങ്ങനെ വേട്ടക്കാര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലോകം അറിയുക വേണം. അത് അത്തരം വേട്ടക്കാരുടെ ജോലികൾ അവസാനിപ്പിക്കുക തന്നെ വേണം. അത് തന്നെയാണ് അതിന്റെ വേണ്ടത്. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകൾ പോലും ധൈര്യം കാണിക്കുന്നില്ല. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർ സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും വിഷമം അനുഭവിക്കുന്ന സമൂഹത്തിന്റെ കാര്യം എടുത്താൽ തന്നെ സ്ത്രീകള്, ഇപ്പൊ ദളിതരുടെ കാര്യം, ദളിതരായാലും സ്ത്രീകളായാലും കുട്ടികളായാലും സമൂഹത്തില് വേദന അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പൊതുവെ ഒരു എന്താണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവമായിട്ട് നമ്മൾ കാണേണ്ടത്. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ കാണുന്നത്. ഇന്ന് ഇത്രയൊക്കെ പറഞ്ഞ് രാവിലെ ഈ ഉച്ചയ്ക്ക് 2:30 മണിക്ക് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എല്ലാ ചാനലുകളും ലൈവായിട്ടൊക്കെ ബുള്ളറ്റിൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എവിടെയും തൊട്ടും തൊടാതെയും പേര് പറയാതെയും ഒക്കെയാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഊഹിച്ച് കണ്ടുപിടിക്കണം. എന്തൊരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിന്റെ.